നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ചേർപ്പ്, പാറളം, വല്ലച്ചിറ, അവണിശ്ശേരി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി മതബോധന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വാസ പരിശീലന വാർഷിക ദിനാഘോഷം നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച 138 വിശുദ്ധരുടെ പ്രദർശനം ആഘോഷത്തെ ശ്രദ്ധേയമാക്കി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ചേർപ്പ്, പാറളം, വല്ലച്ചിറ, അവണിശ്ശേരി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ പരസ്യ പ്രചാരണത്തിന്റെ ആവേശകരമായ കൊട്ടിക്കലാശമാണ് ചൊവ്വാഴ്ച നടന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചേർപ്പ്, പാറളം, വല്ലച്ചിറ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ വിവിധ മുന്നണികളും അവസാനഘട്ട പ്രചാരണത്തിലായിരുന്നു. പ്രചാരണത്തിന് കൂടുതൽ ആവേശമേകി കൊട്ടിക്കലാശവും നടന്നു. വിവിധ പഞ്ചായത്തുകളിൽ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നണികൾ നടത്തിയ പ്രചാരണ കൊട്ടിക്കലാശം. ഇരുചക്ര വാഹനങ്ങളിൽ കൊടിതോരണങ്ങളുമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ കൊട്ടിക്കലാശത്തിൽ അണിചേർന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. വൈകിട്ട് 5 മണിയോടെയാണ് കൊട്ടിക്കലാശം ആരംഭിച്ചത്. വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രവർത്തകരോട് ചേർന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. കൊട്ടിക്കലാശത്തിനിടയിലും അതാത് മുന്നണികളിലെ പ്രവർത്തകർ വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ട് അഭ്യർത്ഥന നടത്തി. പരസ്യപ്രചരണം ചൊവ്വാഴ്ച 6 മണിക്ക് കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. ബുധനാഴ്ച വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള നിശബ്ദ പ്രചരണത്തിൽ മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 6 മണിവരെ വരിയിൽ നിൽക്കുന്ന വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാകും. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6 നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. ക്ഷേത്രവാദ്യ കലാ ആസ്വാദക സമിതി ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര വിജയിയെ പ്രഖ്യാപിച്ചത്. ക്ഷേത്രവാദ്യകലാ ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ 30 ദിവസം നീണ്ടുനിൽക്കുന്ന വാദ്യോപാസന ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടക്കുകയാണ്. കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, ഇടക്ക തായമ്പക എന്നിവ വാദ്യോപാസനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടിയിലാണ് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തുക. നടൻ ശിവജി ഗുരുവായൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കഥകളി കലാകാരനും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പു കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. പ്രശസ്തി പത്രം, മൊമെന്റോ എന്നിവ ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. നറുക്കെടുപ്പിലൂടെയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികളായ KM മോഹനൻ മാരാർ, വിനോദ് നടുവത്തേരി, C പ്രേംകുമാർ, P മാധവ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന നിറമാലയോട് കൂടിയിട്ട് ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഏകദേശം 30 ദിവസത്തോളം വൈകിട്ട് വാദ്യോപാസനകൾ ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും തായമ്പകകളാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അത് സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, ഇടയ്ക്ക തായമ്പക, അങ്ങനെ തുടങ്ങി ക്ഷേത്രകലകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വാദ്യോപകരണങ്ങളായിട്ടുള്ള കലാപരിപാടികളാണ് നമ്മളോട് നമുക്ക് തരാറുള്ളത്. ചെറിയ തലമുറ, പുതിയ കുട്ടികളെ തലമുറയ്ക്ക് കൂടി ഒരു പ്രോത്സാഹനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല കുട്ടികളെ അരങ്ങേറ്റങ്ങളും ഞങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ പല സ്പോൺസർമാരെയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പരിപാടികൾക്ക് ഞങ്ങൾ വളരെ ബാധിച്ച ചിലവുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ചിലവുകൾ വഹിക്കുന്നത് അധികവും സ്പോൺസർമാരായിട്ടുള്ള വ്യക്തികളാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് തരാറുള്ള സ്പോൺസർമാരുണ്ട്. അവർ ഞങ്ങൾ കൃതജ്ഞതയോടുകൂടിയാണ് ഇപ്പോൾ
അവരെ മരിക്കുന്നത്. അതുപോലെ കൂടാതെ വർഷങ്ങളായിട്ട് കൊടുത്തു വരാറുണ്ട്. അത് തികച്ചും ഒരു പക്ഷപാതരഹിതമായിട്ടാണ് അതിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 5, 6, 7 പഴയ കലാകാരന്മാരെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയുള്ള കലാകാരന്മാരുടെ പേരിട്ട് നറുക്കിട്ടെടുത്തിട്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത കൊമ്പ് കലാകാരൻ ഉമ്മത്ത് രാമൻകുട്ടി നായരാണ്. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി മതബോധന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വാസ പരിശീലന വാർഷിക ദിനാഘോഷം നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച 138 വിശുദ്ധരുടെ പ്രദർശനം ആഘോഷത്തെ ശ്രദ്ധേയമാക്കി. തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ ഡോക്ടർ സൈജോ തൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ആന്റണി ആലുക്ക അധ്യക്ഷയായി. 25 വർഷത്തെ അതിരൂപത സർവീസ് അവാർഡ് നേടിയ അധ്യാപികമാരായ ഗ്രേസി ആൻഡോ, ബിന്ദു ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നവീകരിക്കുന്ന സ്കൂളിലെ ഒരു ക്ലാസ് മുറിക്കായി മതബോധന യൂണിറ്റ് സ്വരൂപിച്ച ഫണ്ട് ഇടവക വികാരി, സ്കൂൾ പ്രിൻസിപ്പൽ, പ്രസിഡന്റ്, സ്കൂൾ ലീഡർ എന്നിവർ ചേർന്ന സ്കൂൾ പുനർനിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ സ്റ്റെയ്നി ചാക്കോയ്ക്ക് കൈമാറി. സെക്രട്ടറി ടി ബിജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരാധനാ മഠം മദർ സുപ്പീരിയർ സിസ്റ്റർ ദീപ തെരേസ, പ്രിൻസിപ്പൽ ലോജുമോൻ, കൈക്കാരൻ വിക്ടർ മണ്ടുംപാല, PTA പ്രസിഡന്റ് KV റാഫി, സ്കൂൾ ലീഡർ കുമാരി ഗോഡ്വീന സേവ്യർ, ജനറൽ കൺവീനർ അലക്സ് കള്ളിക്കാടൻ എന്നിവർ സംസാരിച്ചു. മതബോധന പരീക്ഷ വിജയികൾ, ലോഗോസ് ക്വിസ് മത്സര വിജയികൾ എന്നിവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം മുഴുവൻ A+ നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച 138 വ്യത്യസ്ത വിശുദ്ധരുടെ പ്രദർശനവും അരങ്ങേറി. ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരന് ആനക്കുട സമ്മാനിച്ച് കോടന്നൂർ ലയൺസ് ക്ലബ്ബ്. കോടന്നൂർ സെന്ററിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന പുത്തൻപുര വീട്ടിൽ റെജിലിനാണ് ആനക്കുട സമ്മാനിച്ചത്. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ആനക്കുടയും ലോട്ടറി ബാഗും കൈമാറി. രോഗിയായ ചെറിയത്ത് വീട്ടിൽ പോളിനും ചടങ്ങിൽ ബാഗ് സമ്മാനിച്ചു. കോടന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് TS രമേശ്, ഗോപിനാഥൻ, ബൈജു, KK ഷൺമുഖൻ, ആനന്ദൻ, ആന്റണി ആലപ്പാട് എന്നിവർ സംബന്ധിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചേർപ്പ് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ അവസാനഘട്ട പര്യടനം പൂർത്തിയാക്കി. ചേർപ്പ് പഞ്ചായത്ത് 17, 18 വാർഡുകളിലെ സ്ഥാനാർത്ഥി പര്യടനമാണ് നടന്നത്. കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി PS ഫൈസൽ, 18-ാം വാർഡ് സ്ഥാനാർത്ഥി മജീദ് മുത്തുള്ളിയാൽ, ചേർപ്പ് ബ്ലോക്ക് 8 ഡിവിഷൻ സ്ഥാനാർത്ഥി ഷെഫിദ, ജില്ലാ പഞ്ചായത്ത് പറപ്പുകര ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല ഹരിദാസ് എന്നിവരുടെ വിജയത്തിനായാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. നിരവധി നേതാക്കളും പ്രവർത്തകരും പര്യടനത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. ജില്ലയിലെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2204 വാർഡ് നിയോജക മണ്ഡലങ്ങളിലായി 7208 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 3395 പുരുഷന്മാരും 3813 വനിതകളും സ്ഥാനാർത്ഥികളായുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് ജില്ലയിലാകെ 27,36,817 വോട്ടർമാരാണുള്ളത്. ഇതിൽ 14,59,670 പേർ സ്ത്രീകളും 12,77,120 പേർ പുരുഷന്മാരുമാണ്. 54,204 പേർ കന്നി വോട്ടർമാരാണ്. 27 വോട്ടർമാർ ഭിന്നലിംഗക്കാരും 280 പ്രവാസി വോട്ടർമാരുമാണ്. ജില്ലയിലാകെ 3282 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. പോളിംഗ് ഡ്യൂട്ടിക്കായി 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 3282 പ്രിസൈഡിംഗ് ഓഫീസർമാരും 3282 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 6564 പോളിംഗ് ഓഫീസർമാരും ഡ്യൂട്ടിയിലുണ്ടാകും. 20% ഉദ്യോഗസ്ഥരെ റിസർവായും നിയമിച്ചിട്ടുണ്ട്. 4757 പോലീസ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായുണ്ടാകും. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാറുണ്ടായാൽ പകരം അതാത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. സെക്ടർ ഓഫീസർമാരുടെ ചുമതലയിൽ 20 പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തി 214 സെക്ടറുകളുണ്ടാകും. ബുധനാഴ്ച രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. AKTA ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് KS സതീഷ് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ലീന ബാബു വാർഷിക റിപ്പോർട്ടും ട്രഷറർ മേരി സജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. AKT ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ്, KS സുമ, രമ്യ ദിവാകരൻ, ER ധർമ്മപാലൻ, അനു അലക്സ്, അജിത സദാനന്ദൻ എന്നിവർ സംസാരിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ പെരിഞ്ഞനം ബ്ലോക്ക് ഡിവിഷനിൽ പര്യടനം നടത്തി. മതിലകം പള്ളിവളവിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടനം ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ KK ശോഭൻ, CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, ഷിബു വർഗീസ്, TS ശശി, OA ജെൻട്രിൻ, EM വിൻസെന്റ്, സുധാകരൻ മണപ്പാട്ട, PR രാജേഷ്, അബ്ദു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല വിശ്വംഭരൻ, ലിസി വിൻസെന്റ് എന്നിവർ പര്യടനത്തിൽ പങ്കെടുത്തു. നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥി പര്യടനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കുടുംബ സംഗമത്തിൽ റീജിയണൽ ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സൺ എന്നിവരുടെ ഔദ്യോഗിക സന്ദർശനവും ഒരുക്കിയിരുന്നു. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് വാലേക്കാരൻ അധ്യക്ഷനായി. ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ മുഖ്യാതിഥിയായി. സോൺ ചെയർപേഴ്സൺ ജോസഫ് വാലപ്പാട്ട്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ ഉണ്ണി വടക്കാഞ്ചേരി, വിമൽ വേണു, വ്യാസ ബാബു, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി PG സുധീഷ്, സുനിൽ കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ജില്ലാതലത്തിൽ നടത്തിയ ഓണപ്പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പെരിഞ്ഞണം ലയൺസ് ക്ലബ്ബ് ടീം അംഗങ്ങൾ സമ്മാനം ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ LCAF ഫണ്ടിലേക്ക് സംഭാവന നൽകിയ ഹരിദാസ് വാലേക്കാരനെ ചടങ്ങിൽ ആദരിച്ചു. LDF മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പുതിയകാവിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. പുതിയകാവിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി മതിലകം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CK ഗോപിനാഥൻ അധ്യക്ഷനായി. മതിലകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി EG സുരേന്ദ്രൻ, PH അമീർ, ET ടൈസൺ MLA, KB രാജേഷ്, MA വിജയൻ, VS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,925 രൂപ, പവന് 95,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ചേർപ്പ്, പാറളം, വല്ലച്ചിറ, അവണിശ്ശേരി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പ് കലാകാരൻ കൂമ്പത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി മതബോധന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വാസ പരിശീലന വാർഷിക ദിനാഘോഷം നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച 138 വിശുദ്ധരുടെ പ്രദർശനം ആഘോഷത്തെ ശ്രദ്ധേയമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.